ഇന്നലെ റദ്ദ് ചെയ്ത UGC നെറ്റ് പരീക്ഷയിലെ വിചിത്ര ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇനി. അവതരണ കല പ്രധാന വിഷയമായി എടുത്ത വിദ്യാർത്ഥികളോടാണ് വിചിത്ര ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമേത്? രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം എവിടെ? ഭഗവത്ഗീത മഹാഭാരതത്തിലെ എന്തിന്റെ വിശദ ഭാഗമാണ് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പരീക്ഷയിൽ ഒരു ഭാഗത്ത് പോലും ഭരണഘടന സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതിനായി ശ്യാം സോർബ, അദ്ദേഹം ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പെർഫോമൻസ് ആർട്സ് വിദ്യാർത്ഥിയാണ്. ശ്യാം സോർബ, സ്വാഗതം. ഇന്നലെ, അതായത് ചൊവ്വാഴ്ച കഴിഞ്ഞ നെറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയാണ് താങ്കൾ. അപ്പോൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ചോദ്യങ്ങൾ, വിചിത്ര ചോദ്യങ്ങൾ, അത് സിലബസിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങളല്ലേ? ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, പെർഫോമിംഗ് ആർട്സിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ക്വസ്റ്റ്യൻസ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 100 ക്വസ്റ്റ്യനിൽ 50 ഭാഗങ്ങൾ ഡാൻസും ഡ്രാമയും ഓപ്ഷനായിട്ട് എടുത്ത കുട്ടികൾക്ക് കോമൺ ആയിട്ടും 50 ഭാഗങ്ങളിൽ തിയേറ്റർ അല്ലെങ്കിൽ ഡാൻസ് അവർക്ക് സ്പെസിഫിക് ആയിട്ടും ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററി, അതിൽ ഗ്രേറ്റ് എപ്പിക്സ്, ഉപനിഷത്തുകളും വേദങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെ മുൻ വർഷങ്ങളിലും സിലബസിലും പറഞ്ഞു പോകുന്നുണ്ട്. വളരെ പെരിഫറൽ ആയിട്ട് അതിന്റെ ഓതർ ആരാണ്, അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇത്തവണ ചോദ്യ പേപ്പറിൽ കോമൺ ഭാഗത്ത് ആദ്യം വന്ന ചോദ്യം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം ഏതാണ് എന്നുള്ളതാണ്. ഇത് ഏത് തരത്തിലാണ് ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പെർഫോമിംഗ് ആർട്സുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ള ആശങ്ക ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റു ചോദ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഏതാണ് രാമായണത്തിൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് ഭാഗത്തിന്റെ വിപുലമായ രൂപമാണ് എന്ന് തുടങ്ങി വളരെ ഇൻഡെപ്ത് ആയിട്ട് രാമായണത്തിനകത്തേക്കും മഹാഭാരതത്തിനകത്തേക്കും ഹിന്ദു ഫിലോസഫിക്കകത്തേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ NTA നെറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇത് കൃത്യമായി ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? സോറി, യെസ്, ഈ ചോദ്യങ്ങൾ വന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ചോദ്യങ്ങൾ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയത് തന്നെയായിരിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ആ ചോദ്യങ്ങളുടെ ഫ്രെയിമിങ്ങിൽ പോലും വളരെ കൃത്യമായിട്ട് ആ ഒരു അജണ്ട നമുക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ട് ഹിന്ദു ഫിലോസഫിയും ഹിന്ദുത്വ അജണ്ടയും സംഘപരിവാർ അജണ്ടയും വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ. കേവലം 5 ചോദ്യങ്ങൾ വളരെ പെരിഫറലായിട്ട് ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററിയും എപ്പിക്കുകളെ പറ്റിയും ചോദിക്കേണ്ടടുത്തു നിന്നും വളരെ ഇൻഡെപ്ത് ആയിട്ട് 5ൽ കൂടുതൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് രാമക്ഷേത്രവും ഹനുമാനെയും അല്ലെങ്കിൽ ഭഗവത്ഗീതയും രാമായണത്തിന്റെ തുടക്കത്തിലുള്ള ശ്ലോകങ്ങളെ ഉൾപ്പെടെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള അജണ്ട ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. യെസ്, അതുപോലെ ശ്യാം, അവിടെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു, അയോധ്യ വന്നു, രാമായണം വന്നു, മഹാഭാരതം വന്നു. പക്ഷെ അവിടെ ഒരിടത്ത് പോലും നമ്മുടെ ഭരണഘടന സംബന്ധിച്ച് ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു ഞാൻ ഇതിനെപ്പറ്റി എഴുതിയപ്പോ പോലും. അതായത് 150 ചോദ്യങ്ങളാണ് UGC നെറ്റ് എക്സാമിൽ NTA കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് എക്സാമിൽ ഉള്ളത്. 50 ചോദ്യങ്ങൾ ജനറലും 100 ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പെർഫോമിംഗ് ആർട്സിൽ വരുന്ന സമയത്ത് ഈ 150 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റിയോ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയോ നീതിന്യായ വ്യവസ്ഥയെ പറ്റിയോ ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയാണ്. കാരണം ഒരു ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് സിലബസിന്റെ ഭാഗമാവേണ്ടതാണ്. അതിന് പുറമെയാണ്, അല്ലെങ്കിൽ ആ ഭരണഘടനയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള 6ഉം 7ഉം 8ഉം ചോദ്യങ്ങൾ ഈ കൃത്യമായിട്ടൊരു മതവിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരുന്നത്. യെസ്, ശ്യാം, ഒരു കാര്യം കൂടി, ആ നെറ്റ് പരീക്ഷ എന്തായാലും റദ്ദാക്കിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ഈ പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച്? നെറ്റ് പരീക്ഷ റദ്ദാക്കിപ്പം നേരത്തെ സംസാരിച്ച 2 നെറ്റ് എക്സാം എഴുതിയിട്ടുള്ള 2 പേര് സംസാരിച്ചത് ഞാൻ കേട്ടു. അവര് പറഞ്ഞതുപോലെ ഒരുപാട് ആശങ്കകൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. സമയത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കമ്പ്യൂട്ടറൈസ്ഡ് മാറി OMR ഷീറ്റ് പെൻ ആൻഡ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത്, ഇത് പെട്ടെന്ന് റദ്ദാക്കുന്ന സമയത്ത് ഈ ക്രമക്കേടുകൾ നടത്തുന്നതും ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ഇത് റദ്ദ് ചെയ്യുന്നതും എല്ലാം കൃത്യമായി ഒരു സിസ്റ്റത്തിനകത്തുള്ള ആളുകൾ തന്നെയാണ്.
ഇവർ തന്നെയാണ് ഇത് കണ്ടെത്തുന്നതും, ഇവർ തന്നെയാണ് എക്സാം നടത്തുന്നതും, ഇവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതും. NTA കീഴിലേക്ക് UGC നെറ്റ് എക്സാം വന്നതിന് ശേഷം എല്ലാ തവണയും ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം പാലിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവിടെ നീറ്റ് എക്സാമിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നെറ്റ് എക്സാം അനൗൺസ് ചെയ്യുകയും അതിലും കൃത്യമായ ക്രമക്കേടുകൾ വരുന്ന സമയത്ത് ഇനി ഒരു എക്സാം എഴുതുന്ന സമയത്ത് അതിലും ഇങ്ങനെ വരില്ലേ, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും എന്നുള്ള തരത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, എക്സാം എഴുതുന്ന ഒരാളെന്നുള്ള നിലയിലുള്ള ആശങ്ക ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ടായേക്കാവുന്നതാണ്. യെസ്, ഈ രീതിയിലുള്ള വിചിത്ര ചോദ്യങ്ങൾ അടക്കം ഉൾപ്പെടുത്തുന്നു, പരീക്ഷാ ക്രമക്കേട് വരുന്നു, നെറ്റ് റദ്ദാക്കുന്നു. നിങ്ങൾക്ക് ഈ പരീക്ഷാ നടത്തിപ്പിൽ NTA തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം NTA തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിക്കാണ്. കാരണം പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ്, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഇതൊന്നും കേവലം അലിഗേഷൻസിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ആരെങ്കിലും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. NTA മുകളിൽ ചാർത്തപ്പെടുന്ന ഓരോ അലിഗേഷൻസും കൃത്യമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇതേ NTA തന്നെയാണ് വീണ്ടും ഇനി എക്സാം നടത്തേണ്ടത്. ഇനി ഒരുപാട് കാലത്തെ ഡ്യൂറേഷൻ ഒന്നും ഇവരെന്തായാലും എടുക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ മേ ബി അടുത്ത എക്സാം നടന്നേക്കാം. ഇതേ NTA തന്നെയാണ് ആ ചോദ്യപേപ്പർ ഉണ്ടാക്കേണ്ടതും, ഇവര് തന്നെയാണ് ആ പരീക്ഷ നടത്തേണ്ടതും. യെസ്, വീണ്ടും NTA തന്നെയാണ് പരീക്ഷ നടത്തേണ്ടത് എന്നതാണ്. വിശ്വാസ്യത നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥ എന്നാണ് പറയാനുള്ളത്. നന്ദി ശ്യാം സ്വർബ പ്രതികരിച്ചതിന്. അദ്ദേഹം ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പെർഫോമൻസ് ആർട്സ് വിദ്യാർത്ഥിയാണ്. അദ്ദേഹമാണ് പ്രതികരിച്ചത്. ഇപ്പോൾ